ഓം ശാന്തി. സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും ഉപരിയായി മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ദിവ്യജ്യോതിയെ ഞാൻ കാണുകയാണ്. ബുദ്ധിരൂപി ദിവ്യ നേത്രം എൻ്റെ സ്വസ്വരൂപത്തിൽ ഏകാഗ്രമാകുന്നു. ആത്മിക സ്വരൂപത്തിൽ ദേഹബോധത്തിൻ്റെ വിസ്മൃതി ഉണ്ടാകുന്നു. ഞാൻ അനുഭവം ചെയ്യുന്നു, ഈ സ്ഥൂല ശരീരം പതുക്കെ പതുക്കെ സുതാര്യമാകുന്നു. സ്ഥൂല ശരീരം പ്രകാശ ശരീരമായി പരിവർത്തനപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാ ഒരു തേജസ്വി ദിവ്യ ജ്യോതി രൂപത്തിൽ സ്പഷ്ടമായി കാണപ്പെടുന്നു. ഞാൻ ഫരിസ്തയാണ്. ഭാരമില്ലാത്ത അവസ്ഥ. എൻ്റെ ബുദ്ധിരൂപി പാദം ദേഹമാകുന്ന മണ്ണിൽ നിന്നും ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ബാബയെ കൂടാതെ മറ്റൊരു ബന്ധവുമില്ല. ആത്മാക്കളുമായി ഒരു ബന്ധവുമില്ല. സർവ സംബന്ധങ്ങളുടെയും പ്രാപ്തി ഒരു പരമാത്മാവിനോടാണ്. ഏതു പരിതസ്ഥിതി ആയാലും മനസ്സ് ശരീരം സംബന്ധ സമ്പർക്കത്തിൽ ഏതൊരാത്മാവിൻ്റെയും സ്മൃതിയില്ല. സങ്കല്പത്തിൽ പോലും ഒരു ബാബയെ കൂടാതെ മറ്റാരുമില്ല. കേവലം ഒരു ബാബയുടെ ആശ്രയം മാത്രം. മറ്റാരുടെയും ആശ്രയമില്ല. ബുദ്ധി അലയുന്നില്ല. ഒരേ ഒരു സ്മൃതി, ഒരേ ഒരാശ്രയം. ബുദ്ധിയുടെ സംഘം കേവലം ഒരു നിരാകാരി ശിവബാബയോടാണ്. ഒരേ ഒരു വഴി, ഒരേ ഒരു സംബന്ധം. ഈ പഴയ ലോകത്തിലെ എല്ലാ വഴികളും അടങ്ങിയിരിക്കുന്നു. ഞാൻ ഫരിസ്ത അവ്യക്തവദനത്തിലേക്കുള്ള വഴി കാണുന്നു. ഞാൻ സമ്പൂർണ്ണ ഫരിസ്തയായി പറന്നുകൊണ്ട് അവ്യക്തവദനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയായി സേവനം ചെയ്യുന്നു. അശരീരി സ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്നു. ബാപ്പ് ദാദ കുട്ടികളുടെ 3 രൂപങ്ങളെ കാണുന്നു. ഒന്ന് ബ്രാഹ്മണ രൂപം, രണ്ടാമത്തേത് ഫരിസ്ത രൂപം, മൂന്നാമത്തേത് ദേവത. ഫരിസ്തയാകാതെ ദേവതയാകാൻ കഴിയില്ല. സംഗമയുഗത്തിൻ്റെ പൂർണ്ണ സ്വരൂപം ഫരിസ്തയും ദേവതയുമാകുക എന്നതാണ്. അതിനാൽ ഇപ്പോഴത്തെ ലക്ഷ്യമാണ് ഫരിസ്തയാവുക. ഫരിസ്ത സർവരുടെയും പ്രിയപ്പെട്ടവരായിരിക്കും.
സ്വഭാവവും സംസ്കാരവും ഈ ലോകത്തിലിരിക്കുമ്പോഴും വേറിട്ടതും പ്രിയപ്പെട്ടതുമാകുന്നു. ഇപ്പോൾ ഫരിസ്തയാകണം. ഈ ഒരേ ഒരു ലഹരിയുണ്ടാകുന്നു. ഈ ദേഹത്തിൽ നിന്നും സാകാര ശരീരത്തിൽ നിന്നും വേറിട്ട് സദാ പ്രകാശ ശരീരധാരി കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായിരിക്കുന്നു. സ്വരാജ്യ അധികാരിയാകുന്നു. പ്രകാശ സ്വരൂപധാരിയാകുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മസ്തകത്തിൽ ആത്മജ്യോതിയുടെ ബോധമുണ്ടാകുന്നു. ഞാൻ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യവും ലക്ഷണവും ഇമർജാക്കുന്നു. ബ്രഹ്മബാബ സംസാരിച്ചിരിക്കുമ്പോൾ മധുരമായ അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമായിരുന്നു. ശാന്തിയുടെ, സന്തോഷത്തിന്റെ, സുഖത്തിന്റെ ആത്മീയ അനുഭവം ചെയ്യിപ്പിക്കുന്നു. അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ആത്മീയ ലഹരിയും വായുമണ്ഡലത്തിലും വൈബ്രേഷനിലും കൂടി ചെയ്യിപ്പിക്കാൻ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നു. ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്, ഇത് കോടിയിൽ ചിലർ പറയുന്നു. ഞാൻ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യം വെക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്വരൂപത്തിന്റെ അനുഭവം വർദ്ധിപ്പിക്കുന്നു. ബാബ വന്നിരിക്കയാണ്. ബാബയിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. ഈ പ്രഭാവം ഫരിസ്ത സ്ഥിതിയിലൂടെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിസ്തയാണ്. നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഫരിസ്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. സെക്കൻഡിൽ ഏതെങ്കിലും സങ്കല്പത്തെ സമാപ്തമാക്കുന്നതിനായി സ്വഭാവ സംസ്കാരങ്ങളിൽ ഞാൻ ഡബിൾ ലൈറ്റ് ആകുന്നു. സംഗമയുഗത്തിന്റെ അവസാന സ്വരൂപമായ ഫരിസ്ത സ്വരൂപം ഇപ്പോൾ ജീവിതത്തിൽ ഇമർജ് ചെയ്യുന്നു. കർമ്മയോഗിയായി മുന്നോട്ടു പോകുന്നു. കർമ്മത്തിന്റെയും യോഗത്തിന്റെയും സന്തുലനം വെക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സാകാരനും നിരാകാരനുമായ അച്ഛന്റെ കൂട്ടുകെട്ടിലൂടെ ഓരോ സങ്കല്പത്തിലും വിജയിയാകുന്ന സഫലതാമൂർത്തിയാകുന്നു. ആത്മീയ സ്നേഹം സമ്പത്തിനേക്കാളും വിലപ്പെട്ടതാണ്. അതിനാൽ മാസ്റ്റർ സ്നേഹത്തിന്റെ സാഗരമാകുന്നു. ബാബ സൂചന തന്നിരിക്കുന്നു. ധർമ്മത്തിന്റെ അധികാരമുള്ളവർക്ക് മുന്നിൽ പവിത്രതയുടെ ശക്തിയും രാജ്യാധികാരത്തിന്റെ മുന്നിൽ ഏകതയുടെ ശക്തിയും തെളിയിക്കുക. അപ്പോൾ ഈശ്വരീയ ശക്തിയുടെ പതാക സഹജമായി ഉയർത്തപ്പെടും. ഓം ശാന്തി.